സാർ ഒന്നും നഷ്ടപ്പെട്ടില്ല സാർ. അത് എനിക്ക് എങ്ങനെ അറിയാം? അതെ സാർ കട്ടിലെടുത്ത് വെച്ച സ്വർണ്ണമാലല്ലായിരുന്നോ? അത് അതുപോലെ അവിടെ തന്നെ ഉണ്ട് സാർ. ഇനി കള്ളന്മാരോ വല്ല അന്തന്മാരോ മറ്റോ ആയിരിക്കോ? ബോംബ് സ്ക്വാഡ് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. ബോംബോ? അല്ല സാർ, അവർ മതിൽ ചാടി അകത്ത് കയറിയപ്പോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഇത്രയും കഷ്ടപ്പെട്ട് മിനിസ്റ്ററുടെ വീട്ടിൽ കയറുന്നത്? ഞാനും അങ്ങോട്ട്. ഇവിടെ നിന്നാ മതി. കേക്കോ? ഇവിടെ നിന്നാ മതി. തനിക്കറിയാത്ത വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഈ വീട്ടിനകത്തുണ്ടോ? ഇല്ല സാറേ, പൈസ ഒന്നും വീട്ടിൽ വെക്കുന്ന സ്വഭാവമല്ല. ഒക്കെ അങ്ങ് സ്വിറ്റ്സർലാൻഡിലാ. സോറി, സ്വിറ്റ്സർലാൻഡിലാ. ഈ സ്വർണ്ണമാല തന്നെ നാളെ ആർക്കോ കൊടുക്കാനോ മറ്റോ വേണ്ടി വാങ്ങി വെച്ചാൽ തോന്നുന്നുണ്ട്. വേറെ വല്ലതും? വേറെ ഇല്ല സാർ, നോ ഐഡിയ. താനാ ബോണി വിളിച്ചേ? ബോണേ, അവിടെ പോയി വിളിക്കണോ? ഓക്കെ സാർ. സാർ സാർ. ഇയാളെന്താ? വരാൻ പറഞ്ഞു. ആര്? ചാക്കോ. താൻ പോക്കോ. ഞാൻ പോണോ സാർ? തലമാറ്റം വേണോ? വേണ്ട സാർ. എന്നാ പോ. ശരി സാർ. താനാ സി ഐ ബേബി ഒന്ന് വിളിച്ചേ. അത് വേണോ? അയാളൊരു വട്ടനല്ലേ. എന്നാലും പോകാനുള്ള വിളിക്കണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്റെ ഞാൻ സാറിന് കൊടുക്കാം. സാർ, ബേബി സാറ്. ഹലോ. എടോ ബേബി, അതെ ഒരു പ്രശ്നമുണ്ട്. താനൊന്ന് സഹായിക്കണം. അവനില്ലേ കാർലോസ്, അവൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം അടിച്ചോണ്ട് പോയി. അവന്റെ കാർ ക്യാമറ പതിച്ചിട്ടുണ്ട്. അല്ല സാറേ, എന്താണ് കൊണ്ടുപോയത്? എടോ ഒരു പെൻഡ്രൈവാ. അപ്പൊ പെൻഡ്രൈവിൽ എന്താ? അതിൽ തന്റെ തേങ്ങ. എടോ എനിക്ക് ആ പെൻഡ്രൈവ് തിരിച്ച് കിട്ടണം. ആ കാർലോസ് മറ്റേ പാർട്ടിക്കാരുടെ ആളാ. അതവിടെ എത്തുന്നതിന് മുമ്പ് താൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിച്ച് തരണം. അത് പുറത്തായ കുഴപ്പാ. ആ കാർലോസിന്റെ വണ്ടിയുടെ ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയക്കാം. സാറേ, അവനെ ചെയ്തെന്ന് ഉറപ്പുണ്ടാ? എടോ അത് അവൻ തന്നെയാ. അതുപോലെ ഒരു പാട്ട് പണി കേരളത്തിൽ അവന് മാത്രമേ ഉള്ളൂ. താൻ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. കാർലോസ് റാസ്കൽ. പറയൂ മോനെ, ഞാൻ ഫൈസൽ പറഞ്ഞിട്ട് വരിക. ഫൈസൽ പറഞ്ഞിരുന്നു ഈ കുട്ടിക്കാണ് ഓപ്പറേഷൻ. അതെ. മോൾ എത്രയല്ലേ പഠിക്കണേ? 6 ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഗുജറാത്തിലൊരു ചെറിയ കമ്പനിയിലാ. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ജീവിതം ആകെ കഷ്ടത്തിലാ മോനെ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ദേ, നിങ്ങൾ അത് കണ്ടോ? അദ്ദേഹമാണ് മഹാനായ ഷൈജു ചിലിമ്പിൽ. കേട്ടിട്ടില്ലേ? ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ, ഇപ്പൊ പോലും അദ്ദേഹം ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കും. അറിയോ? മോളുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ, അതാണ് ഷൈജു ചിലമ്പിൽ. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കുന്നു. കണ്ടില്ലേ? മക്കളെ മേടിച്ചോ. ചിരിക്കല്ലേ 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 ചിരിക്കല്ലേ. ഓക്കെ ഓക്കോ. അപ്പൊ ഇത് ഒരു പോസ്റ്റർ ആക്കിയിട്ടേ, കരുണ പറ്റാത്തവർക്ക് അനീക എന്ന് പറഞ്ഞ് എന്റെ GPay നമ്പർ അക്കൗണ്ട് നമ്പർ വെച്ചൊരു പോസ്റ്റർ ആക്കി തരണം കേട്ടാ. ചെയ്തു തരും, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തെങ്ങേന്ന് വീണ വിദ്യാർത്ഥിയുടെ മകൻ ബൈജുവേ, നീ ഇവിടെ പോണ്ടായിരുന്നു. എന്നാ നീങ്ങുവാ. വിദ്യാധരന്റെ മകൻ മാറിയേക്ക് അങ്ങോട്ടെ. ചേട്ടാ, ഈ മോളുടെ ഓപ്പറേഷന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ആണോ? കൊച്ചിന്റെ ഇത് ആശുപത്രി സാധനം എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഡോക്ടറിനെ ചീട്ടൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ശരിയാക്കി. ഒരു കാര്യം ചെയ്തു, ചേർന്നു കേട്ടോ. ചേർന്നു. മോളത് പിടിച്ചു മോളെ. ചിരി വരല്ലേ. ഒരു സെക്കൻഡേ. ബൈജുവേ, അതെന്നാ നീ ഇപ്പൊ നീ കയറി നിൽക്കുന്നേ? അല്ല ഞാൻ. അത് കൊള്ളാലോ. മാറിയില്ല. ഒരു സെക്കൻഡേ. ഓക്കെ. വിദ്യാർത്ഥിയുടെ മകൻ തെങ്ങേന്ന് വീണേ. വാ ചേട്ടാ, ഇതെങ്ങനെയെങ്കിലും ഏറ്റു. നീ ഏറ്റു ഞാൻ നോക്കിക്കോളാം. എടുത്തോ. ഒരു സെക്കൻഡ്, ഈ കവർ തന്നെ. ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇനി വരില്ലെന്ന്. എനിക്ക് വന്നാല് ഒരു ബൈക്കെങ്കിലും ഉണ്ടോ? എങ്കിൽ ഞാൻ വരാം. എന്റെ ഫ്രണ്ട്സ് എല്ലാവരെ കാറിലാ പോകുന്നേ. നമുക്ക് യൂബറിൽ പോവാ പോരെ? താൻ പോടോ. അപ്പോ നീ അന്ന് പറഞ്ഞ ശരിക്കാണല്ലേ? എന്ത്?
അല്ല എന്റെ കയ്യില് വണ്ടിയില്ലാത്തോണ്ടാണ് നീ വേറെ ടീംസിന്റെ ഒപ്പം ചുറ്റാൻ പോകുന്നത്. ചെലപ്പോ ആയിരിക്കും. ചാന്ദിനി പിന്നെ കറങ്ങാൻ പോവാൻ ഞാൻ എന്ത് ചെയ്യും? എന്നെ വേണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞോളൂ ചാന്ദിനി. ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതെ, ഇപ്പൊ ആരെങ്കിലും വരും, ഞാൻ പോവാ. എന്നെ തേക്കാണല്ലേ ചാന്ദിനി? എനിക്ക് ബസ്സിൽ പോയി മടുത്തു. ചാന്ദിനി ഞാൻ ബൈക്ക് വാങ്ങും ചാന്ദിനി. അപ്പ തേക്കില്ല. അതുകൊണ്ടാണല്ലേ ഇപ്പൊ എനിക്ക് കൃത്യമായ റീപ്ലൈ തരാത്തത്. അതെ. ചാന്ദിനി നമ്മൾ ഒരുമിച്ച് ബസ്സിൽ പോയത് ഓർമ്മയുണ്ടോ ചാന്ദിനി? ശരി, നീ ഇപ്പൊ ബസ്സിൽ പോ, ഞാൻ അകത്തോട്ട് പോട്ടെ. ചാന്ദിനി പിന്നെ ഇനി ഇവിടെ നിൽക്കരുത്. ഞാൻ ബൈക്കും കൊണ്ടുവരാം ചാന്ദിനി. ശരി. ഇനിയിപ്പോ ബൈക്കിലോട്ട് പോവോ? അവിടെ പോയി. ബൈക്ക് വേണം, പൈസ ഉണ്ടാക്കണം. ഓരോ കൂടി തരും പറ്റില്ല. ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് കഴിക്കേ. ഡോ സർ. ഹാ, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? അതെ സാർ. 4 ബിരിയാണി. ഈ സമയത്ത് ബിരിയാണി ഇല്ല സാർ. എന്താ ഈ സമയത്തിന് കുഴപ്പം? അല്ല, ബിരിയാണി ആകുമ്പോൾ ഒരു 11 മണിയാവും. ഗീ റൈസ് ബീഫ് റോസ്റ്റും ഉണ്ടോ? അതെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല സാർ, അതില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലി നെയ്റോസ്റ്റൊക്കെ ഉള്ളൂ. ശ്രീലങ്ക, ഓസ്ട്രേലിയ, നൈജീരിയ, ഇവിടെയൊക്കെ 4 മണിയാകുമ്പോൾ സാധനം കിട്ടും. കേരളത്തിൽ നടക്കില്ല സാർ. നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ, നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം. സാർ അത് എന്നോട് പറഞ്ഞ ഡയലോഗാണ്. നിന്റെ കാര്യം മാത്രം നീ നോക്കാം കേട്ടാ. സോറി സാർ. കഴിക്കാൻ എന്താ വേണ്ടേ? തൽക്കാലം പോയി നീ വെള്ളം എടുത്തിട്ടോ. ശരി സാർ. വെള്ളം കുടിപ്പിച്ച് തന്നെ ഞാൻ അടങ്ങുള്ളൂ. ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ശരിക്കും വെള്ളം കുടിച്ചു തന്നെ. അവന് മാത്രം മതി, ആ പാവം മണ്ടന്മാർക്ക് വേണ്ട. കലങ്ങ്, ഇനി അവൻ്റെ വയറ്റിൽ കിടന്ന് കലങ്ങാനുള്ള. പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, അറിയാലോ. ശരി, ഇവിടെ നോൺ വെജ് എന്താ ഉള്ളത്? ഒരു 10 മിനിറ്റ് ചിക്കൻ റെഡിയാവും സാർ. ഞാൻ നിനക്ക് വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? അല്ല, ഒരു 5 മിനിറ്റ്. ഓക്കെ. 1, 4, 6, 8, 16 ഇഡലി, 4 ബീഫ് റോസ്റ്റും. ആ സാർ, ചിക്കൻ അല്ലേ സാർ? ആ ഓക്കെ, ചിക്കൻ എങ്കിൽ ചിക്കൻ. സാർ വെള്ളം കുടിച്ചില്ല? നിങ്ങൾക്കറിയോ, ഈ ഇഡലി ദോശ പോലുള്ള വെള്ള സാധനങ്ങളുടെ കൂടെ ഇറച്ചി, ബീഫ്, മട്ടൻ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. ഇവിടെ അങ്ങനത്തെ സ്പോട്ടൊന്നും ഇല്ലല്ലേ? ആ, ഈ ഇഡലിയുടെ കൂടെ പോർക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രസാണ്. എന്താ ഞാനും വരണോ ഇനി? വേണ്ട, പോടോ. ആ ഓട്ടിയാനൊരു വരവ് ഒരു ചേട്ട. ബെഗർ ഓഫ് സൺ ഓഫ് മങ്കി, ബാർനക്കിൾസ്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വിളിക്കാന്ന്. ആര്? നിന്റെ അച്ഛൻ. ആ ഡാഡി പറ. എന്താടാ തെറി? അല്ല, സ്പോക്കൺ ഇംഗ്ലീഷിന് ക്ലാസ്സിന് പോണ്ടേ? നീ ഇപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? അല്ല, ഇടയ്ക്കൊക്കെ പോവും. നീ എന്നെ മങ്കിന്ന് വിളിച്ചാ? ഞാനാ മങ്കീന്നാ? മങ്കീന്നല്ല, മൺഡേ, സൺഡേ, മൺഡേ. ഒരു മരുന്ന് വാങ്ങണം. എന്താ മരുന്ന്? ആ, വാങ്ങിക്കാം. എന്ത് മരുന്നാ? ഗ്യാസിനുള്ളത്. ശരി ശരി. ഡാഡി ആയിരുന്നു. അയാൾ എന്തിനിടക്ക് നമ്പർ മാറ്റിക്കൊണ്ടിരിക്കണത്? ബോസിന്റെ ഡാഡിക്കും ബോസിനെ പോലെ ഒരു അണ്ടർവേൾഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുമോ? പറയാൻ പറ്റില്ല. ചാൻസസ് ആർ ദേർ. ഇടക്ക് കാണാറാവാറുണ്ട്. അത് തന്നെ.
ആ അവിടുത്തെ ഡോക്ടർ എനിക്ക് പരിചയമുള്ള ആളാ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ന് കണ്ടാ മതി കേട്ടോ. എന്റെ പേര് പറഞ്ഞാൽ മതി നിങ്ങൾ എന്നിട്ട്. ഓക്കെ ടീച്ചറെ സ്വാഗത്. ആ ഓടിച്ചല്, ബസ് മിസ്സാവും. ആ ചേച്ചി എന്തുണ്ട്? മോനെ നീ ടൗണിലേക്കാണോ? അതെ പോകുന്നുണ്ട്. എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഉണ്ട്, മോന്റെ മരുന്ന് തീർന്നു പോയി. ടെൻഷൻ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. മേടിച്ചോണ്ടോന്നാ കേട്ടോ. അല്ല മോനെ, അതിന്റെ ചീട്ട് എടുക്കാൻ മറന്നു. അന്ന് മേടിച്ചു തന്ന മരുന്ന് തന്നെയല്ലേ? അതെ. ആ ഞാൻ മേടിച്ചു തന്നോളാം. സുഭാഷ് അമ്മ ചെല്ല്, ഞാൻ അവനെ തിരക്കിന്ന് പറയണേ. ആ ശരി. അയ്യോ നമ്മളിരിക്കുന്നതേ തണൽ മരത്തിന്റെ കീഴില. എന്നാ കാണാതിരിക്കുന്നുണ്ടല്ലോ നന്മ മരത്തെയാ. ഏത് മരമാണെങ്കിലും വെള്ളം ഒഴിക്കാതിരുന്ന പാടി പോവില്ലേ? എന്നിട്ട് ഇത് വാടി നിൽക്കുമ്പോ ആട് കടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മള് സമ്മതിക്കും. ഞാനിതിനെ കൃത്യമായിട്ട് പ്രതികരിക്കുക തന്നെ. എന്തുണ്ട്? സൂക്ഷിച്ചു കേട്ടോ. നന്നായി പോന്ന്. ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. എന്താ ആവശ്യം? ഇതാണ്ട് എന്റെ അനന്തരവൻ. ഇവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. ഇത് എന്റെ സഹോദരിയുടെ മോന. സഹോദരി എന്ന് പറയുമ്പോ നമ്മുടെ പാലക്കാട് ആലത്തൂരുള്ള. അതെ. ചെറുപ്പത്തിൽ കണ്ടതാണ്. നിന്റെ പേരെന്തായിരുന്നു? കെവിൻ. സ്വീറ്റ് നെയിം. ഇപ്പൊ ഒരു 10-20 വയസ്സൊക്കെ കേൾക്കാണില്ല. ഏതുവരെ പഠിച്ചതാ? ഡിഗ്രി കഴിഞ്ഞു. കമ്പ്യൂട്ടറാ. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ സയൻസ്. ഓ അതാണ് അല്ലേ. അത് നമുക്കിപ്പോ ഈ IT മേഖലയൊന്നും എനിക്കത്ര പരിചയമുള്ള മേഖലയല്ല. എങ്കിലും നമുക്ക് ബാംഗ്ലൂരുള്ള ഷമീറിനൊന്ന് വിളിച്ചു നോക്കാം. അവന് IT പരിപാടിയൊക്കെ ഉള്ളതാണല്ലോ. അവ സിനിമ എന്ന് പറഞ്ഞാ നടക്കുന്നത്. എന്തെങ്കിലും സിനിമയുടെ പരിപാടികളാണ് നോക്കുന്നത് അല്ലേ? സിനിമയിൽ എന്തായിട്ടാ നോക്കുന്നത്? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ. അസിസ്റ്റന്റ് ഡയറക്ടറാ ഷമീർ ബിസി. വലിയ പിടിപാടാണോ? സിനിമയിലെ പിടിപാടൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ പരിചയത്തില് സാജിർ എന്നും പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. വേണ്ട, നോക്കാം. ഒന്ന് സാജിർ പറ്റത്തില്ലെങ്കിൽ മണിരത്നത്തിനും തമിഴ്, മണിരത്നത്തിനെയും പൂച്ച. മലയാളം തന്നെ വേണം അല്ലേ? മലയാളം നമുക്ക് നോക്കാം. നമ്മുടെ പരിചയത്തിൽ ആരെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് മാത്തച്ഛനെ അറിയിച്ചാ പോരെ? ധൈര്യമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. എന്തോ പതുക്കെ മതി. ഞാൻ കുറച്ചാൾ ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് അതല്ലേ? നോക്കാമോ? ശരിക്കും എനിക്ക് അർജന്റ് ആയിട്ട് എങ്ങോട്ടോ പോകാനുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ മാത്തച്ഛ ഓക്കെ കേട്ടോ. ഇതെങ്കിലും നീ നന്നായി ചെയ്യൂടാ.